ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തുവിടുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രി തലയിൽ കല്ലിളകിയ പോലെ മറ്റൊരു നെട്ടോട്ടത്തിലാണിപ്പോൾ. ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ വന്നു ചേരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മുഖ്യമന്ത്രി ഇങ്ങനെ ഓഫറുകൾ പ്രഖ്യാപിക്കുകയാണ്. അതും കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട്. അതായത് ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി കൊന്നു തള്ളിയ കൊടും ക്രിമിനലുകൾക്ക് വൻ ഓഫറുമായി പിണറായി വിജയൻ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. 20 വർഷം കൂടി അകത്ത് കിടക്കാൻ ഹൈക്കോടതി വിധിച്ച കൊടും ക്രിമിനലുകളായ പ്രതികളെ വെറുതെ വിടാൻ പറ്റുമോ എന്നതാണ് പിണറായിയുടെ ജയിലിൽ നിന്നും പോയിരിക്കുന്ന നിയമ ഉപദേശ ഹർജി എന്ന് പറയുന്നത്. അങ്ങനെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കായി സംസ്ഥാന സർക്കാർ അസാധാരണമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. പ്രതികളെ തീരെ വിട്ടയച്ചാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദ്യമുയർത്തിക്കൊണ്ടാണ് ജയിൽ ആസ്ഥാനത്ത് നിന്ന് സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചിരിക്കുന്നത്. ഇത് ചരിത്രത്തിൽ തന്നെ കാണാത്ത ഒരു തരം സംഭവമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടന്മാർക്കും വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനുമാണ് ഇങ്ങനെ ഒരു കത്തയച്ചിട്ടുള്ളത്. നമുക്കറിയാം, മാഹി ഇരട്ടക്കൊലക്കേസിൽ ഇപ്പോൾ വിട്ടയച്ച കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്ക് വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു നിർദ്ദേശപ്രകാരം ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചത്. പ്രതികൾക്ക് സുരക്ഷാ കാരണങ്ങളാൽ അവധി ആനുകൂല്യം നൽകി വിടുതൽ ചെയ്യുന്ന വിഷയം പരിശോധിക്കുന്നതിന് സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭ്യമായെന്നും പ്രതികൾക്ക് അവധി ആനുകൂല്യം നൽകുകയാണെങ്കിൽ സ്വീകരിക്കുവാൻ സാധിക്കുന്ന സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം. അതായത് പ്രതികളെ വെറുതെ വിടാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രിസഭയിലെ അവസാന ദിവസങ്ങൾ കടക്കുകയാണ്. പ്രതികൾക്ക് പരോൾ നൽകാനാണോ വിട്ടയക്കാനാണോ എന്ന് കത്തിൽ വ്യക്തമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് പോലെ തന്നെ വലിയ സഹായമാണ് പ്രതികൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 20 വർഷത്തേക്ക് ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്ന് ഹൈക്കോടതി വിധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മോചനത്തിൻ്റെ തന്നെ സാധ്യത തേടി സർക്കാർ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. പ്രതികളെ വിട്ടയച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് കേരള പോലീസാണ്. ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് യാതൊരു റോളും അവിടെയില്ല. എന്നിരിക്കെ ടി.പി. കേസിലെ പ്രതിയായ കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റു പ്രതികൾ കണ്ണൂർ, തൃശൂർ ജയിലുകളിലുമാണ് ഉള്ളത്. പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയക്കാതെ സംസ്ഥാനത്തെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചത് എന്തിന് എന്നും വ്യക്തമല്ല. അവ്യക്തമാണ് കാര്യങ്ങൾ മുഴുവൻ. ടി.പി. കേസ് പ്രതികളായ ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ശ്രമം നടത്തിയെങ്കിലും വിവാദമായതിനെ തുടർന്ന് അത് ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ടി.പി. കേസിലെ 2 പ്രതികൾക്ക് വിചാരണ കോടതി വിധിച്ച 3 വർഷം ശിക്ഷ ജീവപര്യന്തമായി ഹൈക്കോടതി ഉയർത്തുകയും ചെയ്തത് നമ്മൾ കണ്ടു. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന 2024 ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. എല്ലാം പാർട്ടി നേതൃത്വം നൽകുന്നതാണ്. ഈ അപ്പീലിന് സഹായമാണോ ജയിലാസ്ഥാനത്ത് നിന്ന് സൂപ്രണ്ടുമാരുടെ അഭിപ്രായം ആരാഞ്ഞത് എന്നും സംശയമുണ്ട്. അത് നിയമമറിയുന്ന ചിലർ പറഞ്ഞുകൊടുത്തത് എന്നാണ് അറിയുന്നത്. സത്യത്തിൽ CPM-ലെ കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾക്ക് വ്യക്തിപരമായ ആവശ്യമെന്ന നിലയിലാണ് പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാർ കൊലയാളികൾക്കൊപ്പം നിൽക്കാമോ? കൊലയാളികൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന നിയമം തകർക്കുന്നതിന് അത് തുല്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കൊല്ലാനും കൊല്ലിക്കാനും കഴിയുന്ന നേതാക്കന്മാർ കേരളം ഭരിക്കുമ്പോൾ ഇത്തരം പ്രതികൾ വിലസുന്നത് ഇത് വലിയൊരു അത്ഭുതമായി തോന്നുന്നേയില്ല. നീതിന്യായ കോടതിയിൽ എതിർത്തു, എന്നാൽ കോടതി സത്യം കണ്ടെത്തി. തുടർന്ന് അപ്പീലിന് പോയി. അവിടെ വിജയിക്കാതെ വന്നപ്പോൾ ജയിലിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ സുഖവാസമൊരുക്കാൻ ശ്രമിച്ചു ജയിലധികൃതർ മുഴുവൻ. ജയിലിൽ ഇവരെ തല്ലിയിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല. ജയിലധികൃതർക്കാണ് തല്ല് വാങ്ങുന്നത് എന്നതോർക്കണം. ജയിലിനുള്ളിൽ നടത്തിയിട്ട് ഇപ്പോൾ വിട്ടയക്കാൻ ആലോചിക്കുകയാണ്. പരോൾ നൽകുന്നത് നിബന്ധനകൾക്ക് വിധേയമായാണ്. എന്നാൽ വിടുതൽ നിബന്ധനകളില്ലാതെയുള്ളൊരു മോചനമാണിത്. പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ജയിൽ സൂപ്രണ്ടുമാരിൽ നിന്ന് ഇത്തരത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ളൊരു കീഴ്വഴക്കം പാലിക്കാതെയുള്ള പിണറായി സർക്കാരിൻ്റെ തീരുമാനം. ജയിലിനുള്ളിലെ കാര്യങ്ങളിലാണ് സൂപ്രണ്ടുമാർ റിപ്പോർട്ട് നൽകേണ്ടത്. ക്രമസമാധാനത്തിൽ എതിരാണോ എന്ന് DGP-യോടാണ് ചോദിക്കേണ്ടത്. പ്രതികൾ പ്രശ്നക്കാരല്ല എന്ന് എഴുതി വാങ്ങാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് ഇവിടെ നടക്കുന്നത് എന്ന് അങ്ങനെ വളരെ വ്യക്തമാണ്. സത്യത്തിൽ സമൂഹത്തിൽ ഇത്രയും വലിയ അപകടകാരികളായ കൊലയാളികളെ വിട്ടയക്കാൻ പിണറായി വിജയൻ തിടുക്കം കാണിക്കുന്നത്
TP കേസിലെ രഹസ്യങ്ങൾ ഓരോന്നും പുറത്തുവിടുമെന്നുള്ള പ്രതികളുടെ വെല്ലുവിളിയും മുന്നറിയിപ്പും ഭയന്നതോടു കൂടിയാണ് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ ഇത് രഹസ്യമറിയാതെ നിൽക്കാൻ പ്രതികളെ സന്തോഷപ്പെടുത്തി നിർത്തുകയാണ് മുഖ്യമന്ത്രി എന്നാണ് TPയുടെ വിധവ KK രമ MLA പറഞ്ഞിരിക്കുന്നത്. ഇത് ജീവൻ പോയാലും സമ്മതിക്കില്ല എന്ന വ്യക്തമായ സൂചനയും KK രമ MLA നൽകുകയും ചെയ്തിരിക്കുന്നു.